എഞ്ചിനിലെ തീപിടുത്തത്തെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബംഗളൂരു കൊച്ചി വിമാനത്താവളത്തിലെ യാത്രക്കാർ കൊച്ചിയിലെത്തി. അപകടത്തിൽപ്പെട്ട 179 യാത്രക്കാരിൽ 175 പേരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയതെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. ഇന്നലെ രാത്രി 11:15 അപകടം. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എഞ്ചിനിൽ തീ പടർന്നു. അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെങ്കിലും രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും പലർക്കും പരിക്കേറ്റു. 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് യാത്രക്കാരെ കൊച്ചിയിലെത്തിച്ചത്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നും വിമാനം പൊട്ടിത്തെറിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടുവെന്നും യാത്രക്കാർ. എഞ്ചിനില് തീ പടർന്നു, പിന്നെ റിട്ടേൺ ഇറക്കി. രാത്രി മുതൽ രാവിലെ വരെ അവിടെ ഇരിക്കായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സ് ആണ്. ഞങ്ങൾ റൈറ്റ് സൈഡിൽ ഇരുന്നവർക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പാനിക് ആയിപ്പോയി പെട്ടെന്ന്. കാരണം ഭയങ്കര വണ്ടി ഷിവറിങ്ങും കാര്യമൊക്കെ ആയി. അങ്ങനെ ആയതുകൊണ്ടാണ് തീ ശ്രദ്ധയിൽപ്പെട്ടയുടൻ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. എന്നാൽ ആവശ്യമായ സൗകര്യങ്ങൾ ബംഗളൂരു വിമാനത്താവളത്തിൽ ലഭിച്ചില്ലെന്നും ഒടുവിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യമുണ്ടായെന്നും യാത്രക്കാർ. ഞങ്ങൾ whatever we got even this flight, ഞങ്ങൾ പ്രതിഷേധത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണത് ശരിയായിട്ടുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇവർ ഫ്ലൈറ്റ് ഇസ് റെഡി, ക്രൂ മെമ്പേഴ്സ് ആർ റെഡി എന്ന് പറഞ്ഞ് ലഗേജ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇല്ലെന്നാണ് അവർ പറയണത്. അതേസമയം യാത്രക്കാരിൽ പലരുടെയും ലഗേജുകൾ എയർ ഇന്ത്യ ലഭ്യമാക്കിയിട്ടില്ല. ലഗേജുകൾ കിട്ടുന്ന മുറയ്ക്ക് ലഭ്യമാക്കുമെന്നാണ് എയർ ഇന്ത്യ നൽകിയ മറുപടിയെന്നും യാത്രക്കാർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.